എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇതിൽ ഞാനിപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എണ്ണയിലേക്ക് കുറച്ച് ഉലുവയാണ് ഇടുന്നത്. കുറച്ച് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒന്നിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കണം. പോരെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിലേക്ക് പുളി പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് ഒഴിക്കുക. പിഴിഞ്ഞ് അരിച്ചിട്ട് വെച്ചതാണ്. സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു അണി ശർക്കര, ഒരു 5 കാരക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. കായപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ചിലർക്ക് കായപ്പൊടി ചേർക്കുന്നത് നല്ല ഇഷ്ടമാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരക്കൊക്കെ ചേർത്തിട്ട് നല്ലോണം കാരക്ക വെന്ത് ഇതിലേക്ക് നല്ലോണം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.